നാഷണലി ഒരു ദളിറ്റ്സിന് വേണ്ടി മഹാരാഷ്ട്രയിൽ ഒരു ലീഡർ വരുമ്പോൾ അതിന് ഇന്ത്യയിൽ കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് BJPയും സനാതനധർമ്മത്തെ ആ സനാതനികളെയും അവരുയർത്തുന്ന പൊളിറ്റിക്സിനെ അതിനെ നേരിടാൻ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നല്ലതായി. അതിൻ്റെ പേരിൽ ജസ്റ്റിസ് ഗവായി പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിൽ വരുവാണെങ്കിൽ ഇന്ത്യയിലെ ബാക്ക്വേർഡ് ക്ലാസ്സും ദളിറ്റ്സും അദ്ദേഹത്തെ വളരെ റെസ്പെക്റ്റോടെ കാണും. മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയും അദ്ദേഹത്തിന് ശരിക്കും ശോഭിക്കാൻ കഴിയും. കാരണം ഇവിടെ വലിയൊരു വാക്വമുള്ളത് കാര്യം വളരെ സത്യമായ കാര്യമാണ്. കാരണം അതിൻ്റെ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന നരേന്ദ്രമോദി പോലും ഈ പറയുന്ന ദളിറ്റ്സ് വോട്ടിലും ബാക്ക്വേർഡ് ക്ലാസിന്റെ വോട്ടിലും കൂടിയാണ് BJPക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടുന്നത്. കഴിഞ്ഞ 2024 ഇലക്ഷനിലാണ് ചെറിയൊരു പാളിച്ച ഉണ്ടാകുന്നത്. ഈ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ കുറയാൻ തുടങ്ങി. അത് വളരെ ശക്തമായിട്ട് 2ാം മോദിയിലൊക്കെ ഭയങ്കരമായിട്ട് പോയതാണ്. വീണ്ടും അത് കുറയാൻ തുടങ്ങി. ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇതിനൊരു ഉത്തരം കിട്ടുമെന്നാണ് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ പല ഒപ്പീനിയൻ മേക്കേഴ്സും ഈ പറയുന്നത്. കാരണം സോഷ്യൽ മീഡിയ ചില പോസ്റ്റുകളിൽ ദളിറ്റ്സ് ലീഡേഴ്സും അവരൊക്കെ പറയുന്നത് ഈ അംബേദ്കറിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ജസ്റ്റിസ് ഗവായിയുടെ ഫാമിലി. അദ്ദേഹം ഒരു അംബേദ്കറൈറ്റ് ആണ്. അതിൻ്റെ പേരിലാണ് ഇതേപോലുള്ള സംസാരിക്കുകയും ഇതേ രീതിയിൽ പ്രതികരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞത്. എന്തുകൊണ്ട് ജസ്റ്റിസ് ഗവായിക്ക് റിട്ടയർമെന്റിന് ശേഷം ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആവുകയാണെങ്കിൽ ഇന്ത്യയിൽ അതേപോലെ അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ദളിത് ലീഡർ ഉണ്ടാകും. അപ്പം അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഈ ഇന്ത്യയിലെ പല ദളിറ്റ്സും ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ലോയേഴ്സ് തയ്യാറാകും. ഇന്ത്യയിലെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് ഒരു നേതാവിനെ കിട്ടും, ഒരു നാഷണൽ ലീഡറിനെ കിട്ടും ചലഞ്ച് ചെയ്യാൻ. അതായത് ഈ പറയുന്ന BJPയുടെ സനാതന ലീഡേഴ്സിനെയും ചലഞ്ച് ചെയ്യാൻ പറ്റും, RSS ലീഡേഴ്സിനെയും ചലഞ്ച് ചെയ്യാൻ പറ്റും, കോൺഗ്രസിനകത്ത് സനാതനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ചലഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഒരു നാഷണലി ഒരു കരിസ്മാറ്റിക് ആയിട്ടൊരു ദളിത് ലീഡർ ഉയർന്നു വരാനുള്ള പോസിബിൾ ചാൻസ് ഉണ്ട്. ജസ്റ്റിസ് ഗവായ് രാഷ്ട്രീയത്തിലുള്ള ഫാമിലി വരുവാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങളും ആക്റ്റീവായിട്ട് രാഷ്ട്രീയത്തിൽ വരണമെന്നുള്ള താല്പര്യമുള്ളവരാണെന്ന് പറയുന്നത്. അതായത് മനസ്സിലാക്കുക, ഇന്ത്യയിലെ ചിലപ്പോൾ ഈ ഷൂ എറിഞ്ഞൽ നാടകം സുപ്രീം കോടതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ദളിത് രാഷ്ട്രീയത്തിനും പുതിയൊരു നേതൃത്വം ഉണ്ടാകാൻ പോകും. അതായത് മനസ്സിലാക്കേണ്ട സോഷ്യൽ മീഡിയയിൽ ബാക്ക്വേർഡ്, അതായത് ഇന്ത്യയിൽ ദളിത് കമ്മ്യൂണിറ്റിയും ആദിവാസി കമ്മ്യൂണിറ്റിക്ക് ഒരു ലീഡറായിട്ടാണ്, ഒരു കരിസ്മാറ്റിക് ലീഡറായിട്ടാണ് ഗവായിയെ കാണുന്നത്. അംബേദ്കറിനെ ആ രീതിയിൽ അത്ര ആയിട്ടില്ല, പക്ഷെ അതേ രീതിയിലാണ് കാണുന്നത്. അദ്ദേഹം ശക്തമായൊരു അംബേദ്കറായിട്ടാണ്, അതിൻ്റെ ഫാമിലി അംബേദ്കറായിട്ടാണ്.